ചാണക്യൻ പറയുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ മറ്റുള്ളവരോട് പെരുമാറണം, ഏതൊക്കെ തരത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂടണം, എത്രത്തോളം ആഴത്തിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് തിങ്ക് ബിഫോർ സ്പീക്കിംഗ്. ഭൂരിഭാഗം ആളുകളും അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, വൈകാരികമായ അഭിപ്രായങ്ങൾ തുടങ്ങിയവയാണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാറുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ളവർ അവരുടെ ഇൻറ്റൻഷൻ, അതുപോലെ തന്നെ പ്ലാൻ തുടങ്ങിയവ മറ്റുള്ളവർക്ക് മുന്നിൽ ഉടനടി തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും സത്യസന്ധതയെ ഒരു നല്ല ഗുണമായിട്ടാണ് കാണുന്നത്. എന്നാലും എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. നമ്മുടെ വാക്കുകൾ മിതമാക്കി വെക്കുന്നതിലൂടെ ചില സമയങ്ങളിൽ പ്രശ്നങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. എന്നാൽ ഒന്നും ചിന്തിക്കാതെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചിന്തിച്ച് മാത്രം പറയുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ ചിലപ്പോൾ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുകയോ ചെയ്യാം. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുന്നേ ആഴത്തിൽ ചിന്തിക്കുക, മിതമായ ഭാഷണ രീതി പഠിക്കുക. നമ്പർ 2, ലിസൺ ടു അതേഴ്സ് കെയർഫുള്ളി. എല്ലായ്പ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള ജഡ്ജ്മെൻറ്റും കൂടാതെ ശ്രദ്ധിച്ചു കേൾക്കുന്നത് വളരെ നല്ലൊരു ഗുണമാണ്. സ്വയം ഒരു ബുദ്ധിജീവിയാണെന്ന തെറ്റിദ്ധാരണ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വലിപ്പച്ചെറുപ്പം കണക്കിലെടുക്കാതെ ശ്രദ്ധിച്ച് കേൾക്കുവാൻ സാധിക്കും. ഒരു ഗ്രാമത്തിൽ റാം എന്നും ശ്യാം എന്നും പേരുള്ള 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ശ്യാം എപ്പോഴും താൻ ഇൻ്റലിജൻ്റ് ആണെന്നും അതുപോലെ തന്നെ റാം ഒരു മണ്ടനാണെന്നുമാണ് പറഞ്ഞു നടന്നിരുന്നത്. ഒരു ദിവസം ശ്യാം അവൻ്റെ മറ്റൊരു സുഹൃത്തായ കൃഷ്ണനോട് ഇത് പറഞ്ഞു. അത് തെളിയിക്കുന്നതിനായി പിറ്റേന്ന് ശ്യാമും കൃഷ്ണനും കൂടി റാമിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് കയ്യിൽ ഒരു 5 രൂപ നോട്ടും 10 രൂപ നോട്ടും വെച്ചിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനായി റാമിനോട് പറഞ്ഞപ്പോൾ അയാൾ 5 രൂപ നോട്ടെടുത്ത് അവിടെ നിന്നും സ്ഥലം വിട്ടു. ഇത് കാണിച്ചു കൊടുത്തിട്ട് ശ്യാം കൃഷ്ണനോട് ഇതുകൊണ്ടാണ് റാം ഒരു മണ്ടനാണെന്ന് താൻ പറയുന്നത് എന്ന് വിവരിച്ചു. പിറ്റേന്ന് കൃഷ്ണൻ റാമിനെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് 5ൻ്റെ നോട്ട് വാങ്ങിച്ചതെന്ന് അവനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി കൃഷ്ണനെ ഞെട്ടിച്ചു കളഞ്ഞു. 10 രൂപ നോട്ട് വാങ്ങുന്ന ദിവസം ഈ കളി അവസാനിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് റാം മറുപടി നൽകി. അപ്പോൾ റാം ഒരു മണ്ടനല്ല എന്നുള്ള കാര്യം കൃഷ്ണന് മനസ്സിലായി. ബുദ്ധിയുള്ളവർ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഒരു വ്യക്തി ബുദ്ധിമാനാണോ മണ്ടനാണോ എന്ന് തെളിയിക്കുന്നതിന് പകരം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി മിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സംഭാഷണത്തിലെ മികവ് എന്ന് പറയുന്നത്. നമ്പർ 3, ഡിഫറെൻറ്റ് പീപ്പിൾ ഗെറ്റ് ഇംപ്രസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് വേയ്സ്. ചാണക്യൻ പറയുന്ന കാര്യമാണ്. ഒരു ഗ്രീഡി പേഴ്സണെ ഗിഫ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്താക്കാം. ശക്തനായ ഒരു വ്യക്തിയെ അയാളുടെ മുന്നിൽ തലകുനിച്ച് സന്തോഷിപ്പിക്കാം. ഒരു മണ്ടനെ ബഹുമാനം നൽകി സന്തോഷിപ്പിക്കാം. എന്നാൽ ഒരു ബുദ്ധിമാനായ വ്യക്തി അയാളോട് മറ്റൊരാൾ ബുദ്ധിപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആയിരിക്കും വാസ്തവത്തിൽ സന്തോഷിക്കുക. അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളോട് അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ പെരുമാറുക. നമ്പർ 4, അവോയ്ഡ് തിങ്സ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിസ്പ്യൂട്ടേഴ്സ്. എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി സംസാരിച്ച് അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം പരമാവധി അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ അബ്രഹാം ലിങ്കന്റെ ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. വലിയൊരു യുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളം തോറ്റുപോകുന്ന സാഹചര്യമുണ്ടായി. വിജയിച്ച ആർമി തിരികെ പോകുന്ന വഴിക്ക് ഭീകരമായ മഴയുണ്ടാവുകയും അവർ കടന്നുപോകേണ്ട ഒരു നദിയിലെ വെള്ളം പരിധിയിൽ കവിഞ്ഞു വരികയും ചെയ്തു. അങ്ങനെ അവർക്ക് ആ നദി കടന്നുപോകാൻ സാധിക്കാതെ വന്നു. എന്നാൽ അബ്രഹാം ലിങ്കൻ ഈ അവസരം മുതലാക്കി ബാക്കിയുള്ള പടയാളികളെ വെച്ച് അവരെ പൊരുതി തോൽപ്പിക്കണമെന്ന് അന്നത്തെ ജനറലിനോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ 3-4 ദിവസം കാത്തിരുന്നതിന് ശേഷം വിജയിച്ച പട്ടാളക്കാർ തിരികെ അവരുടെ നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തൻ്റെ പട്ടാളക്കാർ താൻ പറഞ്ഞ കാര്യം ചെയ്തില്ല എന്ന ദേഷ്യത്തിൽ അബ്രഹാം ലിങ്കൻ ജനറലിന് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സകലമാന ദേഷ്യവും പുറത്തു വരുന്ന രീതിയിൽ അദ്ദേഹം ഒരു കത്തെഴുതി. എന്നാൽ ഇതിലെല്ലാവരെയും അതിശയിപ്പിച്ച ഒരു കാര്യം എന്തെന്നാൽ അദ്ദേഹം ഈ കത്ത് ജനറലിന് അയച്ചില്ല എന്നതാണ്. അബ്രഹാം ലിങ്കന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ കത്ത് ലഭിക്കുന്നത്. ദേഷ്യത്തിലാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത്. അതിനുശേഷം താൻ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ ഇത് തന്നെ ചെയ്തേനെ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജനറലിന് ആ കത്തയച്ചില്ല. അതായത് തൻ്റെ മനസ്സിനെ സമാധാനത്തിന് വേണ്ടിയിട്ട് ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ എഴുതുന്ന ഈ കത്ത് കാരണം ജീവിതത്തിലുടനീളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത അനുഭവ സമ്പത്ത് നേടിയ ഒരു വ്യക്തിയുടെ ഇനിയുള്ള കാലത്ത് ഒരു പട്ടാളക്കാരനായി ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് അബ്രഹാം ലിങ്കൻ ആ കത്തയക്കാതിരുന്നത്. ജീവിതത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നത് ഇതിൽ നിന്നും നമുക്ക് കാണാം. ഒഴിവാക്കാനാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ഒറ്റ നിമിഷത്തിൽ തോന്നുന്ന ദേഷ്യത്തിൻ്റെ പുറത്ത് ഒന്നും അവസാനിപ്പിക്കാതിരിക്കാൻ ഇവിടെ അബ്രഹാം ലിങ്കൻ ശ്രമിച്ചിട്ടുണ്ട്.
ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. അതിലൂടെ നഷ്ടങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. ഇതുവരെ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരുപാട് തവണ ചിന്തിക്കുക എന്നത് ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ട് എന്തുപകാരമാണുള്ളത്? അനാവശ്യമായി സംസാരിച്ച് പ്രശ്നങ്ങൾ നേടാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. കുറച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ആവശ്യമുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളം. അതിനുശേഷം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കണ്ടു. ആളുകൾ പറയുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള ഭേദഭാവവും കൂടാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. സംഭാഷണ ശൈലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ലിസണിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്തേണ്ടതും അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടു. മൂന്നാമതായി, എല്ലാ വ്യക്തികളെയും ഒരുപോലെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ വ്യക്തികളെയും അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള രീതിയിൽ മാത്രമേ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. നാലാമതായി, എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ചത് തീർപ്പാക്കാൻ സാധിക്കുകയില്ല എന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും നമ്മൾ കണ്ടു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നും കരുതുന്നു.